നമ്മുടെ രാജ്യം അഴിമതിയുടെ പടുകുഴിയിൽ പോയി വീണിരിക്കുന്നു. പരീക്ഷ എഴുതിയാൽ ആ എഴുതുന്ന പരീക്ഷ കഷ്ടപ്പെട്ട് പഠിച്ചെഴുതുന്ന കുട്ടികൾക്ക് ആ പരീക്ഷയിൽ വിജയിക്കാനാവുന്നില്ല. ചോദ്യപേപ്പർ വിലയ്ക്ക് വാങ്ങി മണ്ടന്മാർ വന്നിട്ട് ഡോക്ടറും എഞ്ചിനീയറും ആകുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പൊ 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി 12 വർഷമായി അധികാരത്തിലിരിക്കുകയാണ്. ആ കാലം മുതൽ തുടങ്ങിയതാണ് ഈ പരീക്ഷാ പേപ്പർ ചോർച്ച. RSS ആണ് ഇതിന്റെ പുറകിലെന്ന് പലപ്പോഴും പല ഏജൻസികളും വിളിച്ചെത്തു കൊണ്ടുവന്നു. ഒരു അന്വേഷണവുമില്ല. ഏറ്റവും അവസാനം 2024 നീറ്റ് പരീക്ഷ ക്രമക്കേടിനെ സംബന്ധിച്ച് വലിയ വിവാദമുണ്ടായപ്പോ ഉടൻ ഞങ്ങള് ക്രമക്കേട് മാറ്റുന്നതിന് പുതിയ മാർഗങ്ങളെല്ലാം അവലംബിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, അന്ന് കുറ്റക്കാരായവരുടെ പേര് നടപടിയെടുത്തു എന്നൊക്കെ പറഞ്ഞു. ഒരു കുന്തം ഉണ്ടായില്ല. ഇപ്പൊ വീണ്ടും അതിനേക്കാൾ വലിയ കുഴപ്പത്തിലേക്ക്. CBSE പരീക്ഷ ക്രമക്കേട്, എല്ലാ മേഖലയിലും ക്രമക്കേട് കാട്ടിയ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന മന്ത്രിയെ സംരക്ഷിക്കാൻ RSSും BJP നരേന്ദ്രമോദി എല്ലാം ആവത് ശ്രമിച്ചിട്ടും ഈ അഭിജിത് ദീപ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ബലത്തിൽ വലിയ തോതിൽ ഈ ചെറുപ്പക്കാർ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലെ ജന്തർ മന്ദറിലേക്ക് പറന്നെത്തുകയായിരുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആ സമരം ചെയ്ത ചെറുപ്പക്കാരെ അടിച്ചമർത്താൻ ലാത്തിയിൽ ആണി തറച്ചും അതേപോലെ തന്നെ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചുമാണ് ആ സമരത്തെ നേരിട്ടത്. ക്രൂരമായ മർദ്ദനം. ആ മർദ്ദനത്തിന്റെ 35 നാൾ നടന്ന സമരത്തിൽ ഒരു ദിവസം പോലും ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് അവിടേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞില്ല. അവരാ സമരത്തെ അവഗണിച്ചു. കാരണം തങ്ങളുടെ സ്പേസ് വേറെ ആരെങ്കിലും അടിച്ചിട്ട് പോകുമെന്ന ഭയമായിരുന്നു അവർക്ക്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റിലേക്ക് ഈ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പാർലമെന്റ് മാർച്ച് നടന്നപ്പോൾ അതിനെ പോലീസ് നേരിട്ട് രാജ്യവ്യാപകമായി ആ സമരത്തിന് അനുകൂലമായ ഒരു വലിയ വികാരം ഉയർന്നപ്പോ രാഹുൽ ഗാന്ധി 10-25 ദിവസം വിദേശ വാസത്തിലായിരുന്ന രാഹുൽ ഗാന്ധി അവിടുന്ന് ഇവിടെ വന്ന് പൊങ്ങിയിട്ട് അവിടെ പോയി ഒരു നാടകം കളിക്കാൻ പോയി. എന്നിട്ടും ആ സമരപന്തലിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ഈ സമരത്തിന്റെ ക്രെഡിറ്റ് പാടിച്ചെടുക്കാൻ ചില മീഡിയകളെ ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എത്ര തട്ടിപ്പ് നടത്തിയാലും ആ തട്ടിപ്പുകാരനെ ജനങ്ങൾ പിടിക്കും. എത്ര ഇന്ത്യയിലെ പ്രതിപക്ഷമായ കോൺഗ്രസിന് ഈ 12 വർഷത്തെ നരേന്ദ്രമോദി ഭരണത്തിനിടയിൽ ഒരു ചെറിയ സമരം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. അതേസമയം ഇപ്പോ രാജ്യത്തെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ തുടങ്ങിവെച്ച് കോക്രോച്ച് ജനതാ പാർട്ടിയിലൂടെ പടർന്നു പന്തലിച്ച ഈ സമരത്തിലൂടെ ഈ രാജ്യത്ത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിന്റെ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ കെടുകാര്യസ്ഥതയുടെ പേരിൽ ഒരുത്തനെ രാജിവെപ്പിക്കുന്ന ആദ്യത്തെ സമരമായി മാറി. ഇതിനു മുമ്പ് കർഷക സമരം, ആ കർഷക സമരവും സമാനമായിരുന്നു. കൃഷിക്കാരുടെ ഭൂമി തട്ടിപ്പറിക്കുകയും അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ തരത്തിലുള്ള കർഷക സമരം. ഇങ്ങനെ നിരന്തരമായ സമരങ്ങൾ ഉയരുകയാണ്. ഇപ്പോൾ